ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് തൈപ്പൂയം. തമിഴ് കലണ്ടർ അനുസരിച്ചുള്ളൊരു മാസമാണ് തൈ എന്ന് പറയുന്നത്, തൈ മാസം. അതുകൊണ്ടാണ് നമ്മൾ തൈപ്പൂയം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മകരപ്പൂയം എന്നും വേണമെങ്കിൽ പറയാം. ഈ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് നമ്മുടെ മുരുക ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷ ദിവസം തന്നെയാണ്. അതും മുരുക ഭക്തന്മാരും എന്ന് തന്നെയല്ല, എല്ലാ മുരുകക്ഷേത്രങ്ങളിലും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണിത്. ഇതിനെപ്പറ്റി പല കഥകളും പറയുന്നുണ്ട്. അതിലേതാണ് എന്താണെന്നൊന്നുമല്ല, പക്ഷെ ഒന്ന് മാത്രം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ മുരുക ഭഗവാൻ ഏറ്റവും സന്തോഷവാനായിട്ടിരിക്കുന്ന ദിവസമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാം വാരിക്കോരി, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കോരി തരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് മറക്കണ്ട, നമുക്കെല്ലാവർക്കും ആ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വ്രതത്തോടുകൂടി ഇരിക്കാം. ഇനി വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ചിലർ 6 ദിവസം വ്രതം നോക്കും, ചിലർ 2 ദിവസം, ചിലർ പൂയം ആ ദിവസം മാത്രം നോക്കും. അത് അവനവൻ്റെ സൗകര്യം പോലെ ഒക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഏത് ദിവസമാണെങ്കിലും, എത്ര ദിവസമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മനസ്സും ശരീരവുമൊക്കെ ശുദ്ധമായിട്ട് വെക്കുക. പിന്നെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുക. നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാം കേട്ടോ, ഒന്നും വിഷമിക്കേണ്ട, ആഗ്രഹങ്ങളൊക്കെ പറയുക. പിന്നെ നമുക്ക് വീട്ടിലിരുന്നിപ്പോൾ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവർ നടത്തുക. അത് നടത്തുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഉത്തമമായിട്ടുള്ളതാണത്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് ഭഗവാനെ ദർശിച്ച്, ഈ അടുത്ത മുരുകക്ഷേത്രം ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ഭഗവാനെ ദർശിച്ച് നമുക്ക് വഴിപാടുകൾ, അഭിഷേകപ്രിയനാണ് ഭഗവാനെ. അതുകൊണ്ട് പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകമാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇളനീരഭിഷേകം, അങ്ങനെ ഇഷ്ടം പോലെ അഭിഷേകമൊക്കെ ഉണ്ട്. അതിലേതാണെന്നൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ ഭഗവാനെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ മൂലമന്ത്രം ഓം വചത്ഭുവേ നമ, അതൊരു 108 പ്രാവശ്യം ചൊല്ലുക. ഇനി ഒന്നും അറിയാൻ മേലെങ്കിൽ നമ്മൾ മുരുകാ 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 എന്ന് മാത്രം വിളിച്ചാൽ മതി. എപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയും ആ ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുരുക ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി പെട്ടെന്ന് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച ക്ഷിപ്രപ്രസാദിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങളിൽ നമുക്ക് കാവടി ഘോഷയാത്ര അല്ലെങ്കിൽ കാവടിയാട്ടം, ഇതൊക്കെ വളരെ വിശേഷമാണ്. എല്ലാത്തിലും പങ്കെടുക്കുക. എല്ലാവർക്കും നമുക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.